അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു കേക്കാണ്. നല്ല സോഫ്റ്റായ നല്ല ഹെൽത്തി ആയ ഒരു കേക്ക്. പക്ഷെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ചിലർക്കൊക്കെ ചക്ക ഇഷ്ടപ്പെടും, ചില കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ എത്ര നിർബന്ധിച്ചാലും അവർ കഴിക്കില്ല. അപ്പം നമ്മൾ ഈ ചക്ക ഉപയോഗിച്ച് ഇതുപോലെ നല്ല സോഫ്റ്റായ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കൂ. അവർ ഇഷ്ടത്തോടെ വേഗം നിറയെ കഴിക്കുന്നതാണ്. അപ്പം നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല സൂപ്പറുമായിരിക്കും. എന്നാൽ നമുക്ക് ഈ കിടിലൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വരൂ, വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് ചൂടാക്കാൻ വയ്ക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ചെറുതായി മെൽറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നന്നായി കളറായിട്ടുണ്ട്. കളറായ നല്ല കേക്കിന് നല്ല കളർ വരും. പക്ഷേ കൂടുതൽ മെൽറ്റ് ആവേണ്ട, നന്നായി ചൂട് പോയി കരിഞ്ഞു പോകുന്ന മാതിരിയാവും. ഇതാ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ചും കൂടി ഇളക്കിയെടുക്കുക. ഇതുപോലെയാണ് നമുക്ക് ബാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ തയ്യാറാക്കാം. 1 കപ്പ് മൈദ മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും, 1 ടേബിൾ സ്പൂൺ ഉപ്പുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ചലിക്കുകയാണ് ചെയ്യുന്നത്. 3 പ്രാവശ്യം ചലിക്കണം. ഞാനിവിടെ 1 പ്രാവശ്യം കാണിക്കുന്നുള്ളൂ. ഇത് ചലിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടി, എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 3 ഗ്രാമ്പും നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പൊടിച്ചെടുക്കാം. ഇനി അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ മിക്സിയിൽ തന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ആണ്, അതും ചേർത്ത് കൊടുത്ത് കുറച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നന്നായി അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ പ്രസ് ബട്ടൺ നമ്മൾ 2 പ്രാവശ്യം തിരിച്ചാൽ മതി. അപ്പോൾ എത്രയാവുന്നു അത് മതി. ഇനി ആ മിക്സിയിൽ തന്നെ നമുക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ കുറച്ച് അടിച്ചെടുത്താൽ മതി, നന്നായിട്ട് അടിക്കൊന്നും വേണ്ട. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പഞ്ചസാരയും ഗ്രാമ്പും കൂടി പൊടിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയ പഞ്ചസാരൻ്റെ ആ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മാതിരി തന്നെ 2 പ്രാവശ്യം തേക്കുന്ന അതുപോലെ കുറച്ച് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ചക്കയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ചക്കച്ചുള, ഒരു 10 ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കാണ്ട് തന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ആയി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച കൂട്ടിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്തും കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ മിക്സിയിൽ തന്നെ അടിച്ചെടുത്താണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയും ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി അത് ഒന്നും കൂടി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കേക്കിന് ആവശ്യമായ പൊടികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായി ചേർത്താൽ അത് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് കുറേശ്ശെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കത് കേക്ക് ഉണ്ടാക്കാനായി ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാം. നമുക്ക് കേക്ക് ഏത് രൂപത്തിലാണോ കിട്ടുന്നത് ആ രൂപത്തിലേക്ക്, ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് നന്നായി തടവി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടി തൂളി കൊടുത്താലും മതി. ഇനി ഓയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതും ആ പാത്രത്തിലേക്ക് നമുക്ക് ആക്കി വയ്ക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ മാവ് പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ട്രേയിലേക്ക് നമുക്ക് ആക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഓവനോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ എന്നാൽ അതേ രുചിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല ഭംഗിക്ക് വേണ്ടി നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്താലും അതേ രുചിയൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ കേക്ക് കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി അതിലേക്കൊരു പാത്രം വെച്ചിട്ടാണ് നമ്മുടെ ഈ ട്രേ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കത് മൂടി വയ്ക്കാം. നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ വിസിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ പാത്രത്തിലാണെങ്കിൽ അത് മൂടി വെച്ചാലും മതി. ഇപ്പോൾ ഇത് 1/2 മണിക്കൂറത്തേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല കിടിലൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നന്നായിട്ട് ബേക്ക് ആയിട്ട് നോക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ ഒരു സൂചി പോലത്തെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഒട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായി ബേക്ക് ആയിട്ടുണ്ട് എന്നർത്ഥം. ഇതാ നമ്മുടെ സൂപ്പർ കേക്ക് ഇവിടെ റെഡിയാണ്. ചക്ക ഇഷ്ടപ്പെടാത്ത കൂട്ടുകാർക്ക് ഇതുപോലൊരു സൂപ്പർ കേക്ക് ഉണ്ടാക്കി നോക്കൂ. പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. ഇത് ചക്ക കൊണ്ടുണ്ടാക്കിയാണെന്ന് കുട്ടികൾ പറയുകയില്ല. അതുപോലത്തെ സൂപ്പർ കേക്കാണ്. നന്നായി ആറിയതിന് ശേഷമേ നമ്മൾ ഈ കേക്ക് വയ്ക്കാൻ പാടുള്ളൂ.
നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. അടുത്ത ഒരു കിടിലൻ വീഡിയോ ഞാൻ വീണ്ടും വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.